അളിയൻ വരത്തില്ലെന്ന് ഞാനില്ലല്ലോ നോക്കുന്നത്. ഇടി എന്തെങ്കിലും വാങ്ങാണ്ടേ പറയണേ, ഞാൻ പുറത്തോട്ട് പോകുന്നു കേട്ടോ. ടയർ കൊണ്ട് പിടിച്ച് കെട്ടറാ, ഡെസ്ക് അങ്ങോട്ട് പിടിച്ചിട്ടെ. അവിടെ 10 പേർക്ക് ഇരിക്കാൻ വരുമെന്ന്. ഇവിടെ 200 പേര് വരുമെന്നാ പറഞ്ഞു. അങ്ങോട്ട് പിടിച്ചിട്ടാ. വേണ്ട ആണോ? എല്ലാം നോക്കിക്കടിയത് ഞാൻ തന്നെ, വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. മറ്റേ കാര്യം എന്തായി ചരിച്ചു വെച്ചിരിക്കുമാര് നേരെ ആകാനൊന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങനെ കുറേയൊക്കെ ഇട്ട് വൃത്തിയായിട്ട് എങ്ങനെയാണോ ഫിറ്റ് ആയിട്ടിരിക്കുന്നത്? കുഴപ്പമില്ല, കണ്ടാർക്കും മനസ്സിലാകത്തില്ലല്ലോ. പൊന്നോ എന്തൊരു നാട്ടോടത്. ഒരു കൊടുക്കുള്ളൂ. 2 ലിറ്റർ സാധനം എടുത്ത് എങ്ങോട്ട് പോയാലും അറിയത്തില്ല. രാവിലെ വായും കഴിപ്പിച്ചു. പണം പോയപ്പോ ഒരു പെഗ് അടിക്കാൻ പറ്റുന്ന സാധനം എടുക്കാൻ പോകുന്നു. ഞാൻ എടുക്കാൻ പോയാലൊന്ന് ആലോചിക്കുക. അതെ, പന്തലുകാരി ചെറുക്കന്റെ ഹാപ്പി ബർത്ത്ഡേ പേര് എഴുതിക്കൊണ്ട് വന്നില്ല. അതിനിപ്പോ എന്തോ ചെയ്യും? പെങ്ങളെ വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും ഇങ്ങോട്ട് പോകുമ്പോളേ അതോടെ വെച്ചിട്ടുണ്ടോ പേരല്ലേ ചെറുക്കന്റെ പേരെന്തായിരുന്നു? നിനക്കറിയത്തില്ല? കിച്ചു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. ഒറിജിനൽ പേര് പ്രകൃതീശ്വരൻ. കാട്ടിയിട്ടെങ്ങാണോ? അതല്ല, കാട്ടിയത് കിട്ടിയാണോന്ന് വല്ലോ. മറ്റാ നമ്മടെ അയ്യപ്പനെ പോലെ രാജാവിന് കിട്ടിയിരിക്കും. വണ്ടിയൊക്കെ പിന്നെ കളിക്കാം. ഇത് പറ, ഇതാരാ? അതെ, ഇതാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കി മേടിച്ചു തരും. മോന്റെ ഫേവറേറ്റ് അല്ലയോ? കളിപ്പാത്തക്കാരൻ. അയ്യോ മോനെ, ഇത് മോന്റെ അച്ചായി അല്ലയോ? അല്ല, കളിപ്പാത്തക്കാരനാ. ഇത് ഈ കളിപ്പാത്തം ആ കളിപ്പാത്തക്കാരനല്ല തന്നത്. ഈ കളിപ്പാത്തം പന്നലായി. ഈ കളിപ്പാത്തക്കാരനോട് ചോദിച്ചേ ഇതുപോലത്തെ വേറെ എന്തോന്ന്. ഞാൻ യൂട്യൂബിൽ ഫോണിൽ കാണത്തില്ലേ കേറി ഇരുന്ന് ഓടിച്ചത്, അതെന്തോന്നൊന്നും ചോദിക്കുക. അത് വേണം എനിക്ക്. കളിപ്പാത്തക്കാരൻ ഉണ്ടോ? ഹലോ, അയ്യോ ഗ്രാൻഡ് ആയിട്ടൊന്നും ഇല്ല. ഒരു 10-200 പേർക്ക് ഒരു ചെറിയ സമൂഹ സദ്യ, അത്രേ ഉള്ളൂ. ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാവേ. മോനെ ബർത്ത്ഡേയുടെ മണ്ടയ്ക്ക് പ്രകൃതീശ്വരൻ അടിക്കാൻ വേണ്ടി കേക്കലച്ചാണ് പൈസ ഉണ്ടോ? അയ്യോ, ഞാൻ എല്ലാ പൈസ ആംഗ്ലം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവനാ നടത്തുന്നേ. അത് തന്നിട്ടൊന്നുമില്ല. ഇപ്പൊ തുറക്കം ചേച്ചി പൈസ എന്താ തുറക്കുമെന്ന്? ബിവറേജ് ബർത്ത്ഡേയുടെ ഞാനിപ്പോ എടുത്തോണ്ട് വരാം. ഫുള്ളിനുള്ള എടുത്തോണ്ട് വന്നേ. പേര് പ്രകൃതീശ്വരനുള്ളതിന് അടിക്കാനുള്ള പൈസ. എടാ സുഖം, അതങ്ങോട്ട് പിടിച്ചു കേട്ടാ, അല്ലെങ്കിൽ കിച്ച കാണുന്നു. ആ മാനേശ്വരന്റെ പേരടിക്കാൻ പൈസ. അയ്യോ, അതാ നമുക്കും ആവശ്യം ഉണ്ടായിരുന്നു. അത് അവർ അച്ഛൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി. ആരാ ഇവിടെ പന്തല് കിട്ടുന്നത്? ഞാനാണ്. നീയാണോ? അതെ അതെ, കേക്ക് കൊണ്ടുവരുന്ന ആരാ? ഞാൻ തന്നെ. അപ്പൊ അതിനെ മണ്ടയ്ക്ക് വെക്കുന്ന പേര് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അല്ല, ഞാൻ ചേട്ടാ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഉത്തരവാദിത്തമാണ്. എന്റെ ഉത്തരവാദിത്തം വല്ലാത്തൊരു പേരാ ചെറുക്കനെ പ്രകൃതീഷ്. അത് ഞാനും അവരോട് പറഞ്ഞായിരുന്നു. അറിയാമോ? എന്നിട്ട് മേടിച്ചില്ല. അപ്പൊ പൈസ പൈസ എടുത്തോണ്ട് വെയിറ്റ് പെട്ടെന്ന് വേണേ. ഞാനൊരു 2 മിനിറ്റ് നോക്കും, അത് കഴിഞ്ഞ ഒരു 5 മിനിറ്റ്. പ്രകൃതീശ്വര മോനെ, എന്താ എന്റെ ബർത്ത്ഡേ അല്ലോടെ ചക്ക ആണ്? എന്താ കേക്കിന്റെ മണ്ടയ്ക്ക് വെണ്ടക്കാശ്വരത്തിൽ നിന്റെ പേര് വേണല്ലോ, പ്രകൃതീശ്വരൻ. പൈസ മോന്റെ പൈസ ഒന്നും ഇല്ല. എന്നാലും ആ പൈസ ഉണ്ടെങ്കിൽ നിന്റെ വെണ്ടക്ക അക്ഷരത്തിൽ ആ പേര് എഴുതി വെക്കാൻ പറ്റുള്ളൂ. പ്രകൃതീശ്വരൻ ബാക്കി വെക്കണം, കേക്കിന്റെ മണ്ടയ്ക്ക് വെക്കണം. പോയി പൈസ ഇട്ടുള്ളൂ. എന്നാ ഞാനൊന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഇപ്പൊ വരാം. ആ വനവന്നെങ്കിലും എഴുതാനുള്ള പൈസ എത്തുണ്ടോ? പ്രകൃതീശ്വരൻ. പ്രകൃതീശ്വരൻ മാമ പൈസ കിട്ടി. ഗുഡ് ബോയ്. ഞാൻ ഇന്ന് കൊറേ നേടും. ദാന്തേ 4 ലക്ഷം രൂപയുണ്ട്. 4 ലക്ഷം ഫുള്ളായിട്ടുണ്ട്. പിന്നെ മോന്റെ തന്തയ്ക്ക് ഞാൻ കൊടുത്തേക്കണം കേട്ടാ. കൊടുക്കാം. ഒരു ജവാൻ, അത് മതി. പ്രകൃതീശ്വരൻ ശരൺ.
ശരി. അമ്മ 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 ഈ വണ്ടിക്ക് അത് കേറി ഓടിച്ചെന്ന വണ്ടി ഒന്നുമില്ല, അത് വേണം അമ്മ. അമ്മ അമ്മ അത് വേണോ അമ്മ? മോൻ അത് വേണോ അമ്മ? എനിക്കിത് വേണം. നീ എന്തൊക്കെ അടവും തിരുവാതിരയൊക്കെ കാണിച്ചാലും നിനക്കിത് മേടിച്ച് തരത്തില്ല, നോക്കിക്കോ. അങ്ങനെയാണെ മോൻ ഈ വെത്തത്തെ ബർത്ത്ഡേ വേണ്ട വേണ്ട. ഇവിടെ എന്തൊരു ബഹളം എന്തുവാ? അയ്യോ, നല്ലൊരു ദിവസമായിട്ട് ഈ കുഞ്ഞിനെ എന്തിനായി കരയിക്കുന്നേ? അവര് കളിപ്പാട്ടം വണ്ടി വേണോ? ബർത്ത്ഡേ അല്ലേ, ഒരു വണ്ടിക്ക് വാങ്ങിച്ചു കൊടുത്ത്. ഈ വണ്ടിയാ വേണ്ടേന്ന്. ഈ വണ്ടിയോ? കൊള്ളാലോ. 1,20,000 രൂപ. വണ്ടി കിട്ടിയില്ല. എവിടെ പിരിച്ചു കൊടുക്കാനാ? ഇതോടെ മോനെ ആസ്മാന്നോടാ? അത് ചെയ്യോ? ഇതോടാ പറയടാ. ജനറേറ്റർ വല്ലതും വിഴുങ്ങണ ഇറക്കാം. ആരെങ്കിലും ഒന്ന് ഓടി വരണ, ചെറുക്കനെ ഏതാണ്ട് വിഴുങ്ങിയിട്ടുണ്ട്, ഒന്ന് ഓടി വാന്നേ. മസാല മൂത്തുന്നോ? അടുപ്പം ഓഫാക്കി. കോഴി ഇടണ്ട, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ന്യൂട്രലായിട്ടൊന്നും അറിയട്ടെ. ശരി, വെച്ചോ വെച്ചോ. ഡോക്ടറെ, പേടിക്കാനായിട്ടൊന്നുമില്ല. അതിങ്ങനെ ഏകലടിച്ച് കഴിഞ്ഞപ്പം ലെങ്സിനകത്തൊരു പ്രശ്നം, അത്രേ ഉള്ളൂ. അല്ല, ഇന്ന് ബർത്ത്ഡേ ആയിരുന്നു, അപ്പം കൊണ്ടുപോയിക്കോട്ടെ. ഡോക്ടറെ, എനിക്ക് ഡോക്ടറിനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, ഇവരെ പറഞ്ഞു വിടും. ഡോക്ടറെ, ഞാൻ ഡോക്ടറിനോട് ഒരു കാര്യം പറയാം, അത് ആരോടും പോയി പറയല്ല. ഇല്ല, ആരോടും പറയത്തില്ല, പറ. ഞാനൊരു സത്യത്തെ അഭിനയിച്ചത്, അത് സത്യം. അഭിനയിച്ചതോ? എനിക്ക് ഒരു കാർഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കടം കഴിഞ്ഞ അവരാണ് എനിക്ക് മേടിച്ച് തരത്തില്ലെന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞിട്ട് ആ കാറ് മാത്രം ഒന്ന് മേടിച്ച് തരിക്കുവോ? അതെ, അമ്മയ്ക്കും ആങ്ങളയ്ക്കും കുറച്ച് കഷായം തരാം, ഡെയിലി അത് കുടിക്കണം. അതിന് ഞങ്ങൾക്ക് പ്രായമൊന്നും ആയിട്ടില്ല കഷായം കുടിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്കറിയാം ഏതൊക്കെ പ്രായത്തിൽ ആർക്കൊക്കെ എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത് അല്ലേ? എന്നിട്ടാണോ 3 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യന് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ എടുത്തോണ്ടത്? അതും നിങ്ങളുടെ കൺവെട്ടത്തല്ലാതെ. മോൻ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? യൂട്യൂബിനകത്തിലുണ്ടല്ലോ, അതിനകത്തിലെ ഒരു പ്രാങ്ക് വീഡിയോയ്ക്കകത്ത് ചെയ്തപ്പോ അതില് സമ്മാനം കിട്ടി. ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഡോക്ടർ വിദ്യാദിത്യ. മോൻ യൂട്യൂബ് ആണോ ഉപയോഗിക്കുന്നത്, കിഡ്സ് യൂട്യൂബ് ആണോ ഉപയോഗിക്കുന്നത്? എന്തോ അത് കിസ് യൂട്യൂബ്. മോന് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ഉണ്ടോ? എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, നേച്ചർ ഗോഡ് 1555. അതെന്താ നേച്ചർ ഗോഡ്? അതിന്റെ പേരാ പ്രകൃതീശ്വരൻ. അപ്പൊ മോൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? അല്ല, അതവൻ കാർട്ടൂൺ കാണാൻ വേണ്ടി. എന്നിട്ടവൻ കാർട്ടൂൺ ആണോ കണ്ടത്? ആ ഹിസ്റ്ററി എടുത്തോ നോക്ക്, അപ്പൊ കാണാം. അതെന്റെ അമ്മയ്ക്ക് വർക്ക് ഫ്രം ഹോമാ. അപ്പം അമ്മ എനിക്കങ്ങ് ഫോൺ തരും, തന്നില്ലെങ്കിൽ ഞാൻ അവിടെ മൊത്തം നശിപ്പിക്കാം, അപ്പൊ ഇങ്ങ് തരും. അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ മോൻ്റെ കയ്യിലാണ് ഫോണ്, മോനാ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടോ? ഉച്ച കഴിഞ്ഞിട്ടാണ് അമ്മൂമ്മയുടെ ഫോണുണ്ട്, അതിനകത്ത് കയറിയിട്ട് ഞാൻ റീലിലാണ്, നേച്ചർ ഗോൾഡിലാണ്. അവനെ കൊണ്ട് ശല്യമൊന്നും ഇല്ലെന്നേ. ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അടങ്ങി ഒതുങ്ങി ഒരിടത്തം ഇരുന്നോളും. ഞാൻ AJPയുടെ വലിയൊരു ഫാനാണ്, എനിക്ക് അതുപോലെ അംഗീകരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഇതിനകത്തില്ലേ തുത്തുമോളുടെ പ്രാങ്ക് ഉണ്ട്, അത് കാണും, വെള്ളത്തിലെടുത്ത് ചാടുന്നുണ്ട്, പേദിപ്പിക്കാൻ വീട്ടുകാരെയൊക്കെ. അതെടുത്ത് കാണാം, അത് അടിപൊളിയാണ്. തുത്തുമോളുടെ തുത്തുമോള് ഒരു ബർത്ത്ഡേക്ക് ആർഭാടം കാണിക്കുന്നോ, പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നോ, വലിയ കൊമ്പത്തെ സ്കൂളിൽ വിടുന്നൊന്നുമല്ല പിള്ളേർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ. 1 മുതൽ 10 വയസ്സ് വരെയാണ് ഈ കാണുന്ന പിള്ളേരുടെ വ്യക്തിത്വ രൂപീകരണം. ആ 10 വർഷം എങ്ങനെ ഈ പിള്ളേരെ വളർത്തുന്നോ അതുപോലെ ഇരിക്കും അടുത്ത 10 വർഷം ഈ പിള്ളേരുടെ സ്വഭാവം. അപ്പൊ നിങ്ങൾ ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് പൈസയല്ല, സമയമാണ്. പാല് കൊടുക്കേണ്ട പ്രായത്തിൽ പാല് കൊടുക്കണം, അല്ലാതെ ബിരിയാണി കൊടുക്കാൻ നിൽക്കരുത്. എടാ, അരി വെള്ളത്തിൽ ഇടണ്ട കേട്ടോ, ബിരിയാണിക്ക് വരും പാലായിരിക്കും കേട്ടോ. ഒരു കൗൺസിലിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അല്ല, കൊച്ചു കുഞ്ഞിന് ഒറ്റയ്ക്ക് കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മോനെ, നീ ആ കളിപ്പാട്ടം കണ്ടോ? അവിടെ പോയി കളിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾക്കല്ല, നിങ്ങൾക്കാ കൗൺസിലിംഗ് വേണ്ടത്.